മിഥില ജയരാജ്. ഞാൻ ഗ്രീനോറ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ഇന്റഗ്രേറ്റഡ് കോക്കനട്ട് പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് നടത്തുന്നത്. ഇത് തൃശ്ശൂർ ജില്ലയിലെ ആങ്ങണ്ടിയൂരാണ്. ഒരു ബിസിനസ് എന്നതിനേക്കാൾ ഉപരിയായിട്ട് എനിക്കൊരു പാഷനായിട്ടാണ് കൊണ്ട് നടക്കുന്നത്. നാളികേരത്തിൽ നിന്നുള്ള ഒരു 13 പ്രോഡക്ട്സ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. കീ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കോക്കനട്ട് മിൽക്ക് തന്നെയാണ്. അത് ഡബിൾ പാസ്ചറൈസേഷൻ മെത്തേഡിൽ കൂടെ റിറ്റോ ടെക്നോളജിയാണിത്. കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. നമുക്ക് തേങ്ങ ചെരുവും പൊളിക്കൊന്നും വേണ്ട. ഡയറക്റ്റായിട്ട് നമുക്ക് സ്വീറ്റ് ഡിഷസിലും അതുപോലെ തന്നെ കറീസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തേങ്ങാപ്പാലാണ്. ഇത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിലാണ്, കോൾഡ് പ്രസ്ഡ്. അത് നമ്മൾ തേങ്ങാപ്പാലെടുത്തിട്ട് അതിൽ നിന്ന് സെൻട്രിഫ്യൂഗൽ മെത്തേഡ് വഴി വേർതിരിച്ചെടുക്കുന്ന വെർജിൻ ഓയിലാണ്. ഇപ്പോൾ ജനിച്ച ഉണ്ണികൾക്ക് തൊട്ടിട്ട് വയസ്സായവർക്ക് വരെ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണത്. വളരെയേറെ ശരിക്കും പറയുകയാണെങ്കിൽ മലയാളികൾ നാളികേരത്തെ പോലെ നെഞ്ചോട് ചേർത്ത് വെച്ച വേറെ ഒരു വിള ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. എല്ലാവരുടെ മനസ്സിലും ഇതൊരു നൊസ്റ്റാൾജിയാണ്. ഇവിടെ നിന്ന് പോയിട്ടുള്ളവരുടെ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുള്ള ഒരു മേഖലയാണിത്. നമ്മളുടെ ഒരു പാരമ്പര്യവും പൈതൃകവുമാണ് നാളികേരം എന്ന് പറയുന്നത്. ഇപ്പോഴും അതിനെ പറ്റിയിട്ടുള്ള ഒരു ശരിയായ അവയർനെസ് നമ്മുടെ നാട്ടിൽ പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് വിഷമകരമായ ഒരു കാര്യം. ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഇപ്പോൾ ഈ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത്. യാതൊരു പ്രിസർവേറ്റീവോ അഡിറ്റീവ്സോ ഒന്നും ചേർക്കാതെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കൊരു സ്പൂൺ കഴിക്കുന്നത് നല്ലതാണ്. ഐദർ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ബെഡ് ടൈം കഴിക്കുന്നത് നമ്മുടെ ബോഡിയിലെ മെറ്റാബോളിസം മെച്ചപ്പെടുത്തും. അതുപോലെ തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബെസ്റ്റ് മോയ്സ്ചറൈസറാണ്. ബെസ്റ്റ് ഹെയർ ഓയിലായിട്ട് യൂസ് ചെയ്യാം. ഈവൻ ന്യൂ ബോൺ ബേബീസിന് വരെ നമുക്ക് ഫുഡിൻ്റെ കൂടെ 1-2 ഡ്രോപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ ബെസ്റ്റ് മസാജ് ഓയിലാണ്. ഉണ്ണി വായയിൽ കൊണ്ടുപോയാൽ പോലും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഇത് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുള്ള കാര്യമാണ്, പ്രൂവനാണ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറാണ്. അതും നമുക്ക് ഇതേപോലെ കറിയിലും അതുപോലെ ബേക്കറി ഐറ്റംസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് നമ്മുടെ പ്രോഡക്റ്റ് കോക്കനട്ട് വാട്ടർ വിനെഗർ ആണത്. തേങ്ങ വെള്ളത്തിൽ നിന്ന് എടുക്കുന്ന വിനാഗിരി. അത് നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റും 1:8 എന്ന് പറഞ്ഞ റേഷ്യോയിൽ. അതായത് 1 സ്പൂൺ വിനെഗർ എടുക്കുകയാണെങ്കിൽ 8 സ്പൂൺ വാട്ടർ ചേർത്തിട്ട് നമുക്ക് കുടിക്കാൻ പറ്റും. ഒരു സ്റ്റൊമക്കിലെ ഫുൾനെസ് പോകാനും അതുപോലെ ഒരു കോസ്മെറ്റിക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് പിക്കിളിൽ യൂസ് ചെയ്യാൻ പറ്റും, സാലഡ്സിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് കോക്കനട്ട് ലഡു നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കോക്കനട്ട് ബേസ്ഡ് സാമ്പാർ പൗഡർ ഉണ്ടാക്കുന്നുണ്ട്. സാധാരണ നോർമൽ സാമ്പാർ നമ്മളുടെ മാർക്കറ്റിലുള്ള സാമ്പാർ പൗഡറിലൊന്നും കോക്കനട്ട് ആഡ് ചെയ്യാറില്ല. ഇത് കോക്കനട്ട് ആൻഡ് ഓൾ സ്പൈസസ് ആണ് നമ്മളതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ കോക്കനട്ട് ചട്നി നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റായ ഇഡ്ഡലി ദോശയുടെ ഒക്കെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കോക്കനട്ട് ചട്നി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ വറുത്തരച്ച കോക്കനട്ട് ആഡ് ചെയ്തിട്ടുള്ള വറുത്തരച്ച പൗഡർ നമ്മുടെ കയ്യിലുണ്ട്. കറി പൗഡർ, കോക്കനട്ട് കറി പൗഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് പ്രോഡക്ട്സ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുമുണ്ട്, വിപണിയിൽ ഇറക്കാത്തതും. പിന്നെ അതുപോലെ ഹെയർ ക്രീം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇതിൽ നിന്ന് ഒരുപാട് പ്രോഡക്ട്സ് ഇനി ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഡ്രീം. ഞാനിതിൽ ജീവിതത്തിൽ ഒരുപാട് ട്വിസ്റ്റുകൾ എന്ന് പറഞ്ഞ പോലെ ഒരു ട്വിസ്റ്റായിട്ട് വന്നതാണ്. ഹസ്ബൻഡ് വിദേശത്തായിരുന്നു. അപ്പോൾ ഒരു ടൈം പാസ് എന്നുള്ള നിലയിൽ പുതിയതായി തുടങ്ങിയ ഒരു കോക്കനട്ട് ഓയിൽ യൂണിറ്റിൽ ഞാനൊരു മാനേജർ പോസ്റ്റിൽ കയറിയതാണ്. അപ്പോൾ അവിടെ കോൾസൊക്കെ അറ്റൻഡ് ചെയ്തിരുന്ന ഞാനായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് അന്ന് എനിക്ക് നാളികേരത്തെ പറ്റിയിട്ട് ഒന്നും അറിയുമായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ പറയുന്നതും അതിനെപ്പറ്റി അന്വേഷിക്കുന്നതും കേട്ടപ്പോഴാണ് ഇതിനൊരു ഇമ്പോർട്ടൻസ് മനസ്സിലായത്. അപ്പോൾ ഒരു US ഒരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു. ആളെൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഇതിൻ്റെ ഗുണങ്ങൾ വിളിച്ച് പറയാതെ ടെസ്റ്റിമോണിയൽസ് വെച്ചിട്ടൊരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ ആൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഡോക്യുമെൻ്ററിക്ക് വേണ്ടി അന്വേഷിച്ചപ്പോഴാണ് ഇതിൻ്റെ ഒരുപാട് അതിശയകരമായ ഗുണങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. ഈവൻ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ വരെ വെർജിൻ കോക്കനട്ട് ഓയിൽ യൂസ്ഫുൾ ആവുന്നുള്ള സർട്ടിഫിക്കേഷൻസ് വരെ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ ഇത്രയും ഗുണങ്ങളുള്ള ഒരു പ്രോഡക്റ്റാണെന്ന് മനസ്സിലായപ്പോൾ ഒരു എന്താ പറയുക, ഇതൊരു പാഷനായിട്ട് എനിക്ക് മാറി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരുപാട് സ്ഥലത്തേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ 3 വർഷമായപ്പോൾ ഞാൻ സ്വന്തമായിട്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് തുടങ്ങി. അപ്പോഴാണ് ശരിക്കും ഒരു ചാലഞ്ച് എന്താണെന്ന് ഞാൻ അറിയുന്നത്. ഒരു വനിത ഒരു പുതിയതായിട്ടൊരു സംരംഭം തുടങ്ങുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അന്ന് എൻ്റെ കൂടെ 2 ലേഡീസ് സ്റ്റാഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ഡ്രൈവറും ഉണ്ടായിരുന്നു.
പലപ്പോഴും ഡ്രൈവർ ലീവ് ആവുമ്പോൾ ഞാൻ തന്നെയാണ് ഡ്രൈവ് ചെയ്തിട്ട് കൊണ്ടു കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ, ഫിനാൻഷ്യൽ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടാക്കുന്നത് മുഴുവൻ തീരുമായിരുന്നു. നമുക്ക് വളരെ കുറച്ച് സ്ഥലമായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 12.5 സെന്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിന്റെ വീടും ബാക്കി സൈഡിലുള്ള ഒരു സ്ഥലത്താണ് ഞാനിത് ചെയ്തിരുന്നത്. അപ്പോൾ ഓർഡർ നമുക്ക് വന്നാലും അവരൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിരുന്നു. ഇത്രയും ചെറിയൊരു ഷെഡ് കാണിക്കാനും അങ്ങനെ പ്രോപ്പർ സർട്ടിഫിക്കേഷൻ എടുക്കാനൊന്നും ഏരിയ പോരായിരുന്നു. ഒരുപാട് ലിമിറ്റേഷൻ ആയിരുന്നു. അതിനുശേഷം 2021 ഇത് ഞാൻ ഇതിന് വേണ്ടി മാത്രം, ഇതെൻ്റെ ഒരു ഡ്രീമായിരുന്നു, അങ്ങനെ സ്വന്തമായിട്ടൊരു സ്ഥലം എടുത്തിട്ട് ഒരു യൂണിറ്റ് തുടങ്ങണം എന്നുള്ളത്. അങ്ങനെയാണ് ഇവിടെ വന്നപ്പോഴാണ് ബാക്കി പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങിയത്. ഇനിയിപ്പോൾ നമ്മൾ പുഴയ്ക്കൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ഒരു 2000 സ്ക്വയർ ഫീറ്റ് കിട്ടിയിട്ടുണ്ട്. അതിൽ നെക്സ്റ്റ് ലെവലായിട്ട് നമ്മൾ കോസ്മെറ്റിക് സെക്ഷൻ, അതായത് ഒരുപാട് മറ്റ് രാജ്യങ്ങളിൽ ഫിലിപ്പൈൻസിലൊക്കെ ഒരു 250 പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കണമെന്നാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും ഗുണങ്ങളുള്ള ഒരു ഇതാണ്. കേരവൃക്ഷത്തിൻ്റെ നാട്ടിൽ ജീവിക്കുന്ന നമ്മൾ കുറച്ചെങ്കിലും അത് അറിഞ്ഞിട്ടും അതിൻ്റെ ഗുണങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാന്നുള്ളൊരു വിഷൻ കൂടി ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറേ കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ്. ഐഡിയാസൊക്കെ നമ്മളുടെ കയ്യിലുണ്ട്. അപ്പം അത് നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് അടുത്തത്. ഒരുപാട് അഗ്രോ പ്രോഡക്ട്സിൻ്റെ മാനുഫാക്ചറിങ് നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും നമുക്ക് കിട്ടും. പ്രത്യേകിച്ച് വനിതകൾക്ക് 35 to 40% സബ്സിഡി നമുക്ക് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസിൽ നിന്ന് കിട്ടും. എനിക്ക് ആദ്യത്തെ യൂണിറ്റിനും കിട്ടിയിരുന്നു. അതുകൂടാണ്ട് എഗ്രി ഇൻഫ്രാ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാങ്ക് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 3% നമുക്ക് ഇൻട്രസ്റ്റിൻ്റെ സബ്സിഡി നമുക്ക് ബാങ്ക് ത്രൂ കിട്ടുന്നതാണ്. അതുപോലെ അത് നമ്മൾ അന്വേഷിക്കണം, നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് കാര്യങ്ങൾ. നമുക്ക് അതുപോലെ ഒരുപാട് ടെക്നോളജി ട്രാൻസ്ഫർ ഉണ്ട്. നമുക്ക് ഞാൻ CFTRI മൈസൂരിൽ നിന്നാണ് വെർജിൻ കോക്കനട്ട് ഓയിലിൻ്റെ ടെക്നോളജി നോഹൗ എടുത്തിട്ടുള്ളത്. അതുപോലെ കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോഡിയിൽ നിന്നാണ് കോക്കനട്ട് വാട്ടർ വിനെഗറിൻ്റെ ടെക്നോളജി എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരുപാട് ട്രെയിനിങ്ങുകളും ടെക്നോളജി ട്രാൻസ്ഫറൊക്കെ നമുക്ക് കിട്ടും. അതൊക്കെ നമുക്ക് അവെയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. എസ്പെഷ്യലി വനിതകൾക്ക് പ്രത്യേകിച്ച് സ്കീമൊക്കെ അതിനുള്ളതാണ്. ഗ്രീൻ ഓറയുടെ പ്രത്യേകത എന്താണെന്ന് പറയുന്നത്, നമ്മൾ റോ മെറ്റീരിയൽസ്, അതായത് നാളികേരം കളക്ട് ചെയ്യുന്നത് കോസ്റ്റൽ ഏരിയ എന്നാണ്. കോസ്റ്റൽ ഏരിയയിലത്തെ നാളികേരം എന്ന് പറയുന്നത് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളതും ഏറ്റവും ഫ്ലഷി ആയിട്ടുള്ളതും ഏറ്റവും നല്ല നാളികേരമാണ്. ഓയിൽ കണ്ടന്റും കൂടുതലാണ്. ഇവിടെ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന തേങ്ങാപ്പാലിന് അത് കാരണം കൂടുതൽ ഗുണമേന്മ കൂടും കോസ്റ്റൽ ഏരിയയിലെ നാളികേരത്തിന്. നമുക്ക് വേണമെങ്കിൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് കോക്കനട്ടാണെന്ന് പറയാൻ പറ്റും. അതാണ് നമ്മളുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമുക്കുള്ളത് ചിലവാകുന്നത് മിൽക്ക് തന്നെയാണ്. അത് ബൾക്കായിട്ട് വാങ്ങിക്കുന്ന ടീമുകളാണ് നമുക്ക് കൂടുതലുള്ളത്. നമ്മൾ ഡൊമസ്റ്റിക് സെയിലിനേക്കാൾ കൂടുതലായിട്ട് നമുക്കുള്ളത് എക്സ്പോർട്ട് തന്നെയാണ്. നമ്മുടെ ബ്രാൻഡിൽ ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് കോ ബ്രാൻഡിങ് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതാണ് കൂടുതലും എക്സ്പോർട്ട് ചെയ്യുന്നത്. ഡൊമസ്റ്റിക് ആയിട്ടും നമ്മൾ ചെയ്യുന്നുണ്ട്, കുറച്ച് സൂപ്പർ മാർക്കറ്റിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഔട്ട് ഓഫ് കേരളയും നമുക്ക് പോകുന്നുണ്ട്. നല്ല രീതിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. ആക്ച്വലി എനിക്ക് തോന്നുന്നു നമ്മുടെ ക്ലയൻസ് കേരളത്തിന് ഡൊമസ്റ്റിക്കിനേക്കാൾ കൂടുതൽ നമുക്ക് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണലാണ് ഈ പ്രോഡക്ട്സിൻ്റെ ഒരു മാർക്കറ്റ് ഉള്ളത്. കോക്കനട്ട് മിൽക്ക് കൂടുതലും സൗത്ത് ഇന്ത്യൻസ് തന്നെയാണ് വാങ്ങിക്കുന്നത്. നാട്ടിൽ ഡൊമസ്റ്റിക് ആണെങ്കിൽ കാറ്ററേഴ്സ് നന്നായിട്ട് വാങ്ങിക്കുന്നുണ്ട്. പായസം ഉണ്ടാക്കാനും അതുപോലെ മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കാറ്ററിംഗ് യൂണിറ്റുകൾ ആണ് കൂടുതലും നമ്മുടെ തേങ്ങാപ്പാൽ എടുക്കുന്നത്. ബൾക്ക് സെയിലാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളത് എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിലാണ്. കാരണം ഒരു 19 to 20 നാളികേരം വേണം നമുക്ക് 1 ലിറ്റർ വെർജിൻ ഓയിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഗുണമേന്മയ്ക്ക് അനുസരിച്ചിട്ടുള്ളൊരു റേറ്റും വെർജിൻ കോക്കനട്ട് ഓയിലിനുണ്ട്. നമ്മുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 10,000 nuts per day ആണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് ഫുൾ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ നടന്നിട്ടില്ല. ഒരു 6,000 nutsലപ്പുറം നമ്മൾ ചെയ്തിട്ടില്ല. ബൾക്ക് ഓർഡർ വരുമ്പോഴേ എടുക്കാറുള്ളൂ. നമ്മൾ 11 മാസം കഴിഞ്ഞതിന് ശേഷം 11 മാസമെങ്കിലും മൂപ്പുള്ള നാളികേരാണ്, നമ്മൾ വെള്ളം വറ്റാത്ത നാളികേരാണ് ഇതിനു വേണ്ടി എടുക്കുന്നത്. അത് ആദ്യം ഈ സെലക്റ്റഡ് കോക്കനട്ട്സ് നമ്മൾ ഡീഷെല്ലിങ് ചെയ്യുന്നു. ഡീഷെല്ലിങ് മെഷീൻ വഴിയും നമ്മൾ ചിരട്ട പൊട്ടിക്കാറുണ്ട്. അതുകൂടാണ്ട് ചെറിയ ഉളി വെച്ചിട്ടും നാളികേരം പൊട്ടിക്കാറുണ്ട്. അതിനുശേഷം വെർജിൻ കോക്കനട്ട് ഓയിലിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി അതിൻ്റെ ടെസ്റ്റർ റിമൂവ് ചെയ്യും. കോക്കനട്ട് മിൽക്കിനാണെങ്കിൽ നമ്മൾ ടെസ്റ്റർ പാർഷ്യലി റിമൂവ് ചെയ്യുള്ളൂ. അതിനുശേഷം നമ്മളത് 2-3 പ്രാവശ്യം വാഷ് ചെയ്തതിന് ശേഷം ഡിസൻറ്റിഗ്രേറ്ററിൽ വെച്ചിട്ട് പൗഡർ ചെയ്യുന്നു. അതിനുശേഷമാണ് നമ്മൾ ഡബിൾ സ്ക്രൂ പ്രസ്സിൽ വെച്ചിട്ട് പാല് പിഴിഞ്ഞെടുക്കുന്നത്. പിഴിഞ്ഞെടുത്ത പാല് നമ്മൾ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാസ്ചറൈസേഷൻ ചെയ്യുന്നു. അത് ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞ മെഷീനിൽ നമ്മളൊരു 115 ഡിഗ്രി വരെ നമ്മൾ ടെമ്പറേച്ചർ റേസ് ചെയ്തിട്ട് സെയിം ടൈം നമ്മൾ ചില്ലറിൽ നിന്ന് തണുത്ത വെള്ളം വെച്ചിട്ട് അത് അങ്ങനെയാണ് പാസ്ചറൈസേഷൻ മെത്തേഡ് ചെയ്യുന്നത്.
ഇത് പാക്ക് ചെയ്തതിന് ശേഷമാണ് ഈ പാസ്ചറൈസേഷൻ നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം അങ്ങനെ തന്നെ വിൽക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ 15 സ്റ്റാഫാണ് ഉള്ളത്. മെയിൻലി ലേഡീസ് തന്നെയാണ്. ലേഡീസിന് തന്നെയാണ് മുൻതൂക്കം കൊടുക്കുന്നത്. അതും ഇവിടെ അടുത്തുള്ള ലേഡീസ് തന്നെയാണ്. പിന്നെ 2 പേര് പുറത്തുനിന്നുള്ളവരുണ്ട്. ബീഹാറിൽ നിന്നുള്ള 2 പേരുണ്ട്. ഒരാൾ ഒറീസ, ഒരാൾ ബീഹാർ. പിന്നെ ബാക്കിയുള്ളവർ ജെൻസുമാണ്. ഒരുപാട് പേര് ഈ മേഖലയിലേക്ക് വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം നമ്മൾ കേരളത്തിൻ്റെ ഒരു സിഗ്നേച്ചറായ നാളികേരത്തിൻ്റെ ഖ്യാതി ലോകം മുഴുവൻ എത്തിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. ഇപ്പോൾ തെങ്ങുകളൊക്കെ വെട്ടിക്കളയുന്ന ഒരു അവസ്ഥയാണ്. അത് മാറിയിട്ട് നമ്മൾ കൂടുതൽ തെങ്ങുകൾ നട്ടുപിടിപ്പിക്കാനും അതിൻ്റെ നാളികേരത്തിൽ നിന്ന് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് എല്ലാവരും ഉണ്ടാക്കണം. അതിൽ ഈ ഒരു വ്യവസായത്തിലേക്ക് വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എസ്പെഷ്യലി ലേഡീസ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഇത് എന്താ പറയുക, ഇറ്റ്സ് എ ലീപ്പ് ഓഫ് ഫെയ്ത്ത് എന്ന് നമുക്ക് പറയാം. നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരേണ്ട ഒരു കാര്യമാണ്. ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ ആണ് ഇതിൽ ശരിക്കും വേണ്ടത്. അതുണ്ടെങ്കിൽ ആർക്കും വിജയിക്കാൻ പറ്റും. അങ്ങനെ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയിൽ ഉണ്ടാവും. ആ സ്ട്രഗിൾ വഴിയാണ് നമ്മളുടെ ഉള്ളിലുള്ള നമ്മുടെ കഴിവുകൾ പുറത്ത് വരിക. സ്ട്രഗിൾ ഇല്ലാണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴും ആൾക്കാരുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ നന്നാവില്ല. നമ്മൾക്ക് നമ്മുടേതായ ഒരു ഡ്രീം വേണം. ആ ഡ്രീം ഫുൾഫിൽ ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങണം, അല്ലാതെ വേറെ ആരും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് സ്ട്രഗിളുകളും പ്രോബ്ലംസും റിസ്ക്കും എല്ലാതും ഉണ്ടാവും. പക്ഷെ അതിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ, ആ കുക്കൂണിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരുമ്പോഴാണ് നമുക്കൊരു ബട്ടർഫ്ലൈ ആയിട്ട് പറക്കാൻ ഓരോ ഒരു വ്യക്തിക്കും പറ്റുന്നത്. ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ പെൺകുട്ടികൾക്കും അത്യാവശ്യമാണ്. ആ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസും അതോടൊപ്പം ഇത് തരുന്ന ഒരു സ്വാതന്ത്ര്യം. ഇപ്പോൾ എത്ര പൈസ ഉണ്ടായാലും നമ്മുടേതായിട്ട് നമ്മൾ സ്വയം സമ്പാദിക്കുന്ന ഒരു പൈസ എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അതും നമുക്ക് പാഷനുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മുടെ ലൈഫ് നമുക്ക് സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഗ്രീൻ ഓറ എന്നുള്ള പേരിൻ്റെ മീനിങ് എന്താ വെച്ചാൽ ഇറ്റ്സ് എ ഓറ ഓഫ് നേച്ചർ. അതായത് നേച്ചറിൻ്റെ ഒരു പ്രഭാവലയം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രഭാവലയം അല്ലെങ്കിൽ നാളികേരത്തിൻ്റെ ഒരു പ്രഭാവലയം, അതാണ് നമ്മളിവിടെ ഗ്രീൻ ഓറ എന്നുള്ള പേരിന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കംപ്ലീറ്റ്ലി നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. ഡിജിറ്റൽ മീഡിയ തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ ഉണ്ടാക്കി തരുന്നത്. അതുകൂടാണ്ട് ആമസോണിൽ അവൈലബിൾ ആണ്, ഇന്ത്യ മാർട്ടിലുണ്ട്. ഇപ്പം നമ്മൾ ഫ്ലിപ്കാർട്ടിലും ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ നാഷണൽ ഇന്റർനാഷണൽ ഡൊമസ്റ്റിക് എക്സിബിഷനൊക്കെ പങ്കെടുക്കാറുണ്ട്. ഈ വർഷം തന്നെ നമ്മൾ തായ്ലാൻഡിൽ എക്സിബിഷനിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ദുബായിലും അങ്ങനെ എക്സിബിഷനൊക്കെ പങ്കെടുക്കാറുണ്ട്. നാട്ടിലും നമുക്കതൊരു എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു വേദിയാണ് എക്സിബിഷൻസ്. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഓർഡേഴ്സ് കിട്ടുന്നത്. ഗ്രീൻ ഓറ എന്നുള്ളത് കമ്പനി നെയിമാണ്. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ബ്രാൻഡ് നെയിം ഗ്രീൻ നട്ട്സ് എന്നാണ്. അപ്പോൾ നമ്മൾ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ ഗ്രീൻ നട്ട്സ് എന്നുള്ള പേരിലാണ് നമ്മൾ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യേണ്ടത്. അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലും കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ ഒരു മോട്ടിവേഷനായിട്ടും അതുപോലെ ഒരു ED ക്ലബിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ക്ലാസ് എടുക്കാറുണ്ട്. വ്യവസായ വകുപ്പിൻ്റെ കീഴിലും വ്യവസായ സംരംഭകരാകാൻ പോകുന്നവർക്കും ക്ലാസ്സുകൾ എടുക്കാറുണ്ട്.